ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂട്യൂബിനകത്ത് എങ്ങനെ സക്സസ് ആവാം എന്നുള്ളതാണ്. ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഒരുപക്ഷെ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഇപ്പോൾ നിലവിലുള്ള ഡെഡായി കിടക്കുന്ന ചാനൽ അത് നിങ്ങൾ റിക്കവർ ചെയ്യും. അതുപോലെ തന്നെ അതിൽ നിങ്ങൾ സജീവമാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. പിന്നെ പകുതിക്ക് വെച്ച് നിർത്തി പോരണ്ട. കാരണം എന്താ പറയുക, ഇത് യൂട്യൂബ് ഒന്നുമില്ല, ഇതൊക്കെ ഞാൻ കുറേ നോക്കിയതല്ലേ ഒന്ന് വന്നിട്ട് നിങ്ങൾ അങ്ങനെ എന്താ പറയുക സ്ട്രെസ് അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഫുൾ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഡെഡ് വന്നു കഴിഞ്ഞാൽ, അഥവാ യൂട്യൂബ് ചാനലിൽ വ്യൂസ് ഒന്നും അത്ര വർദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ വ്യൂസ് കമ്മിയായി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓഡിയൻസിന് നമ്മുടെ കണ്ടന്റുകളൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനർത്ഥം നമ്മൾ വിചാരിക്കണം നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നല്ല, നമ്മുടെ കണ്ടന്റിന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ്. നമുക്കത് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നമ്മളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ആ കണ്ടന്റുകളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് വ്യൂസ് കയറാൻ തുടങ്ങും. അപ്പോൾ നോർമലായിട്ട് ഒരു 10K സബ്സ്ക്രൈബർ ഉള്ള ഒരു ചാനലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ ആ ചാനലിൽ നിരന്തരം കാണുന്ന സബ്സ്ക്രൈബർമാരാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയാം. അവർ ചിലപ്പോൾ നിങ്ങളുടെ കണ്ടന്റിനോട് പൊരുത്തപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് തന്നെ മടുക്കാൻ തുടങ്ങും. കാരണം ഇയാളത് എങ്ങനെ ഇട്ട് വരുന്നത്, ഇതിനൊരു അന്ത്യമില്ല എന്ന് നമ്മളിപ്പോഴും ചോദിക്കും. ഓക്കെ, അപ്പോൾ അതിനൊരു അന്ത്യം വേണം. കാരണം നമ്മൾ കുറേ കണ്ടന്റ് ഒരേപോലെ തന്നെ ഇട്ട് ഇങ്ങനെ ഓഡിയൻസിനെ എന്താ പറയുക വെറുപ്പിക്കാന്നുണ്ടെങ്കിൽ അതിൻ്റെ റിട്ടൻഷൻ കുറയും. കാരണം പിന്നെ അടുത്ത വ്യൂവേഴ്സിന് അവരത് ഷെയർ ചെയ്യില്ല. അതുപോലെ തന്നെ കമൻറ്റിൽ ഒരുപാട് പൂരത്തെറിയും വരും. നമ്മൾ ഒരേ വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കമൻറ്റ് സെക്ഷൻ തീരെ നോക്കാനേ പറ്റില്ല. കാരണം ഒക്കെ നമ്മൾ കരുതും അത് നെഗറ്റീവാണെന്ന്. പക്ഷെ നമ്മുടെ കയ്യിലും ചെറിയ പിഴവുകളൊക്കെ ഉണ്ട്. കാരണം നമ്മളിങ്ങനെ ഒരേ കണ്ടന്റ് തന്നെ നമ്മുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ആ കണ്ടന്റിനെ ആൾക്കാർ ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. അപ്പോൾ നമുക്ക് ചാനലിൽ വ്യൂസ് കമ്മിയാവും, ഡെഡ് ആവാൻ വരെ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എപ്പോഴും ചേഞ്ച് ആവണം. ഒരു 10 വീഡിയോസ് വരെ നമുക്ക് ഒരേ കണ്ടന്റായിട്ട് അപ്ലോഡ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചേഞ്ച് ആവുക. 10 വീഡിയോസും വേണ്ട, അല്ലെങ്കിൽ ഒരു 5 വീഡിയോസെങ്കിലും ഒരേ കണ്ടന്റായിട്ട് അപ്ലോഡ് ചെയ്യാം. ഇനിയിപ്പോൾ അത്ര നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്, എല്ലാ ദിവസവും എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും നിങ്ങൾ ചേഞ്ച്ഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിനകത്തേക്ക് വ്യൂസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നിങ്ങളെപ്പോഴും YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോഴും നിങ്ങൾക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഇതായിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. ഓഡിയൻസ് റിട്ടൻഷൻ, ഇതാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളിടുന്ന കണ്ടന്റ് ഒരേപോലത്തെ കണ്ടന്റ് തന്നെ നമ്മൾ വീണ്ടും ഇട്ട് വെറുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കാണാൻ ആൾക്കാരുണ്ടാവില്ല. അവർ ചിലപ്പോൾ വെച്ചിട്ട് പോകും, ചിലപ്പോൾ യൂട്യൂബ് തന്നെ മടുത്തിട്ട് പോകും, യൂട്യൂബ് തന്നെ റൺഔട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ രണ്ടാമത്തത് ആൾക്കാർ നോക്കുന്നത് വീഡിയോയുടെ ക്വാളിറ്റിയും ക്ലാരിറ്റിയും ഒക്കെയാണ്. ഇപ്പോൾ നമ്മളൊരു 144p ഒക്കെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആരും കാണില്ല. അപ്പോൾ ചെറിയ ഫോണുകളിൽ അപ്ലോഡ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ഉള്ളത് എന്ത് ചെയ്യാം, നിലവിലുള്ള സൗകര്യം വെച്ചിട്ട് ഒരു 360p അല്ലെങ്കിൽ ഒരു 480p ഒക്കെ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഇപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 720 പിക്സൽ റേറ്റെങ്കിലും നിങ്ങൾ ആ വീഡിയോയ്ക്ക് കൊടുക്കണം. കാരണം അത് സ്ക്രീൻ റെക്കോർഡിംഗ് ആണ്. അപ്പോൾ അതിലെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് ആൾക്കാർക്ക് മനസ്സിലാവണം. നിങ്ങൾ വെറുതെ വീഡിയോ ഇട്ട് തമ്പനയിലോട്ട് ആൾക്കാരിനെ പറ്റിക്കാൻ ഇറങ്ങാനല്ല വേണ്ടത്. സ്ക്രീൻ റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു 720p എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ കൊടുക്കണം. സേവ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇൻഷോട്ടിലും വേറെ വല്ല ആപ്പുകളിലൊക്കെയാണ് നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് നിങ്ങൾ 720 പിക്സലാണ് നിങ്ങൾ സേവ് ചെയ്യേണ്ടത്. ഇങ്ങനെ സേവ് ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാണുന്നവർക്ക് എത്രയെങ്കിലും ഒരു ക്ലാരിറ്റി തോന്നും. എന്താ പറയുക, വീഡിയോ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ടുണ്ട്, യൂസ്ഫുൾ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകളും വരും. നിങ്ങൾക്ക് ലൈക്കും കിട്ടും, വ്യൂസും ഇൻക്രീസ് ആവും. അത് മാത്രമല്ല വാച്ച് അവർ ഇൻക്രീസ് ആവും, സബ്സ്ക്രൈബർ ഇൻക്രീസ് ആവും. പിന്നെന്തായി, നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാനുള്ള ക്രൈറ്റീരിയ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇനി പലരുടെയും വിചാരമാണ് യൂട്യൂബിനകത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സ്ട്രഗിളുകൾ അനുഭവിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്യുന്ന ചാനലുകളൊക്കെ എന്നെ പോലെ വോയിസ് ഓവർ ചെയ്യുന്ന ചാനലൊക്കെ നമ്മൾ വോയിസ് എടുക്കുന്ന സമയത്ത് വീട്ടുകാരൻ്റെ വകയും നാട്ടുകാരൻ്റെ വകയൊക്കെ നമുക്ക് തെറിവാക്കുകൾ കേൾക്കേണ്ടി വരും. കാരണം
അവർക്ക് സംബന്ധിച്ചിടത്തോളം നമ്മളിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ നമുക്ക് ഇതെന്താണ്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അവർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ചിലർ മനസ്സിലാവണവരടക്കം പറയും, നീ എന്തിനാ അങ്ങനത്തെ വട്ടുത്തരങ്ങളൊക്കെ ചെയ്യാൻ നിൽക്കണേ, നീക്ക് വെച്ചിട്ട് പൊക്കൂടെ, ഇതൊക്കെ ആര് കാണാനാണ് എന്ന് പറഞ്ഞിട്ടൊക്കെ. അപ്പം അങ്ങനെയുള്ളവരുണ്ട്. നമ്മളത് കാര്യമാക്കണ്ട. കാരണം നമുക്ക് നമ്മുടെ ചാനൽ നിലനിർത്തി വരണം എന്ന് നമുക്ക് തോന്നലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ചെയ്യുക തന്നെ വേണം. കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ, ഞാൻ എൻ്റെ മുമ്പത്തെ ഒരു ചാനലില് SK മീഡിയ മലയാളം ഇപ്പോഴത് റണ്ണാവുന്നുണ്ട്. അതിനകത്ത് ഞാൻ ഈ ഇസ്ലാമിക് കണ്ടന്റുകളാണ് ഇടുന്നത്. അതിനകത്തൊരു വീഡിയോ നിങ്ങൾ വെച്ച് നോക്കൂ. അതിൽ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്, ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കുക തന്നെ വേണം. ബാക്കിയൊക്കെ പിന്നെ പടച്ചോൻ്റെ കയ്യിലാണ്. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങണം, അതിൽ വളരണം, അതിൽ സക്സസ് ആവണം എന്ന് ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ പലരും അവിടം വരെ എത്തിയിട്ട് എന്താ പറയുക, മടങ്ങിപ്പോകുന്നൊരു അവസ്ഥയാണ് കാണുന്നത്. അവർക്ക് മെനങ്ങാൻ വയ്യ. കാരണം അവൻ്റെയൊക്കെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊരു കണ്ടന്റ് ഇട്ട് അതങ്ങ് വൈറലായി, അതങ്ങ് കുറേ സബ്സ്ക്രൈബർ കൂടി, പിന്നെ ഒന്നും ചെയ്യണ്ട, പിന്നെ അതിൽ അച്ചവറും കയറും, മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യാനും പറ്റും. അതാണ് അവൻ്റെ വിചാരം. പക്ഷേ നമ്മൾ യൂട്യൂബിൽ ഇറങ്ങി കുളത്തിൽ കാല് മുക്കിയാലേ നമുക്കതിൻ്റെ ഒരു തണുപ്പ് അറിയാൻ പറ്റുള്ളൂ. കുളത്തിലിറങ്ങി കുളിച്ച് നീന്തി പഠിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ആ കുളത്തിലിറങ്ങി കുളിക്കണം. എന്നപോലെ തന്നെ ഈ യൂട്യൂബിൽ നമ്മൾ ഇറങ്ങണം. വെറുതെ കാല് വെച്ചിരുന്നാൽ മാത്രം പോരാ, അതിനകത്ത് ഇറങ്ങണം. അതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പുല്ലും പതിരൊക്കെ ഒന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ യൂട്യൂബ് ചാനൽ നിങ്ങൾ തുടങ്ങി അതിനകത്ത് വരുമാനം നേടണം, അതിനകത്ത് നിങ്ങൾക്ക് ഓഡിയൻസിന് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അത് ചെയ്ത് തന്നെ വേണം. ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങണമെങ്കിൽ യൂട്യൂബ് നിങ്ങളോട് പൈസ ചോദിക്കുന്നില്ല. വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ പൈസ ചോദിക്കുന്നില്ല. ലൈക്കുകൾ ഇടണമെങ്കിൽ പൈസ ചോദിക്കുന്നില്ല. കാരണം ഒക്കെ ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണത്. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് എൻകറേജ് ചെയ്യിക്കുക ഓഡിയൻസിനെ. അത് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ പലരും ഇങ്ങനെ കളിയാക്കാനുണ്ടാവും. കാരണം അവർക്ക് നമ്മൾ നന്നാവണം പിടിക്കാണ്ടാണ്. ചിലപ്പോൾ അവർക്ക് തന്നെ ഒരു പണിയായിട്ട് യൂട്യൂബ് അവർക്ക് തന്നെ നമ്മുടെ വീഡിയോസ് സജസ്റ്റ് ചെയ്യും. അപ്പോൾ അവർ വെച്ച് നോക്കുമ്പോൾ കാണും, ഇവനാണല്ലോ ഇതവനല്ലേ, മറ്റേ വോയിസ് ഒക്കെ എടുത്ത് ഇതാക്കണവൻ, അവനക്ക് എത്ര വ്യൂസ് സബ്സ്ക്രൈബറോ, അത് മതി. ഓക്കെ. അപ്പോൾ നമ്മളെ കളിയാക്കുന്നവരൊക്കെ ഒരു നാള് നമുക്ക് യൂട്യൂബിൽ ഒരു 10K സബ്സ്ക്രൈബറൊക്കെ ആകുമ്പോൾ അപ്പോൾ നമുക്ക് ഈവൻ മോണിറ്റൈസേഷൻ ഓൺ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ധൈര്യത്തോടു കൂടി പറയാൻ പറ്റും, ഞാൻ ഇത്രയധികം ഞാൻ കഷ്ടപ്പെട്ടതിന് എനിക്ക് യൂട്യൂബ് വക എനിക്ക് കിട്ടുന്നുണ്ട് പറയണം. അപ്പോൾ അവൻ്റെ തൊള്ളയടയും. ഇനിയും ചില ആൾക്കാർ ഇങ്ങനെ മോണിറ്റൈസേഷൻ ആയില്ലേ, വെറുതെ ആക്കാമെന്ന് ചോദിക്കുകയാണ്. ഓക്കെ, എനിക്ക് എത്ര സബ്സ്ക്രൈബറായി, പൈസ കിട്ടാൻ തുടങ്ങിയില്ലേ, നീ എന്തെങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് നമ്മളെക്കാളും കൂടുതൽ ടെൻഷൻ അവർക്കായിരിക്കും. നമ്മളിവിടെ കഷ്ടപ്പെട്ട് ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ടാഗ് കൊടുത്ത് ടൈറ്റിൽ കൊടുത്ത് ചെയ്യണം. ഞമ്മക്കില്ലാത്ത ടെൻഷനും ഒക്കെ അവർക്കായിരിക്കും, ഈ പറയണവർക്കായിരിക്കും. അപ്പോൾ അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട. അപ്പോൾ ചാനലിൽ നമ്മൾ വ്യൂസ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിനു വേണ്ടി പരിശ്രമിക്കുക തന്നെ വേണം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഓഡിയൻസ് റിട്ടൻഷൻ. സെക്കൻഡ് എന്ന് പറയുന്നത്, നമ്മുടെ ചാനലിലിടുന്ന ഓരോ കണ്ടന്റുകളും മറ്റുള്ളവർക്ക് ഹാംഫുൾ അല്ലാതിരിക്കണം. ഇപ്പം ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്ന ഒരു കണ്ടന്റ് കാണുന്ന വ്യക്തിക്ക് പോലും അത് അറപ്പാണ്. കാരണം എന്താ പറയുക, അതിനകത്ത് ഞാൻ അങ്ങനത്തെ കണ്ടന്റ് ഇട്ടിരിക്കുന്നത് എങ്കിൽ അതാരെങ്കിലും കാണുമോ? ഇല്ല. അങ്ങനെയും ഓഡിയൻസ് റിട്ടൻഷൻ കുറയാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും അതിന് വ്യൂസും സബ്സ്ക്രൈബറും കിട്ടുന്നുള്ള തോന്നലുണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് അപ്ലോഡ് ചെയ്ത് ടാഗുകൾ ഇട്ടാലും ചിലപ്പോൾ വ്യൂസ് കിട്ടിയെന്ന് വരില്ല. അത് യൂട്യൂബ് അങ്ങനെയാണ്. യൂട്യൂബ് വ്യൂസ് കുറഞ്ഞെന്നും വരും, കൂടിയെന്നും വരും. അപ്പോൾ അത് നമ്മൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഒരു ഘടകം തന്നെയാണ്. വ്യൂസ് കുറഞ്ഞു എന്ന് വെച്ച് നമുക്കത് എപ്പോഴും കുറഞ്ഞു എന്നൊന്നും വരില്ല. ചിലപ്പോൾ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ അവിടെ നമ്മൾ പതറാൻ പറ്റില്ല. ആ വ്യൂസ് കുറഞ്ഞ് നമ്മൾ കൂടുതലായിട്ട് എടുക്കുക. ഇത്രയെങ്കിലും എനിക്ക് കിട്ടിയാലോ എന്ന് പറഞ്ഞിട്ട് കൂടുതലായിട്ട് എടുക്കുക. ചിലപ്പോൾ അതുപോലെ ലഭിക്കാത്ത എത്രയോ ക്രിയേറ്റേഴ്സ് ഉണ്ടാവും. ഒരു 20 വ്യൂസ് നമ്മളൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി, അല്ലെങ്കിൽ 100-120 ഒക്കെ കിട്ടിയെന്നുണ്ടെങ്കിൽ ആ 120 പേര് നമ്മുടെ ഷോർട്ട് വീഡിയോസ് കണ്ടു എന്ന് നമ്മൾ കരുതുക അല്ലെങ്കിൽ വിചാരിക്കുക. അപ്പം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സംഭവം വരും. ഇതിങ്ങനെയാണ് പോസിറ്റീവ് മൈൻഡ് വരും. ഒരു 6 പേര് കണ്ടു കഴിഞ്ഞാലും 6 പേരെങ്കിലും കണ്ടല്ലോ. അപ്പം
നമുക്ക് കൂടുതൽ അപ്ലോഡ് ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സ് പറയും, ഇനി നീ അപ്ലോഡ് ചെയ്യുക, അപ്പോൾ നിനക്ക് കൂടുതൽ വ്യൂസ് കിട്ടും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ സമയം കിട്ടുമ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ ഒന്ന് സജീവമാവുക. അതാണ്. വ്യൂസ് കുറഞ്ഞു എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സങ്കടപ്പെട്ട് പിന്നെ ആ ഭാഗത്തേക്കേ വരാണ്ടിരിക്കുകയല്ലേ വേണ്ടത്. വ്യൂസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടാനുള്ളൊരു സൂചനയാണെന്നുള്ളത് മനസ്സിലാക്കുക. യൂട്യൂബ് അങ്ങനെയാണ്. യൂട്യൂബ് കുറഞ്ഞൊന്നിരിക്കും, കൂടിയെന്നിരിക്കും. ഇപ്പോൾ ചില ആൾക്കാർ നമ്മുടെ ഷോർട്ട് വീഡിയോസ് കണ്ട് അത് ഷെയർ ചെയ്തിട്ടൊക്കെയാണ് യൂട്യൂബ് ഫീഡൊക്കെ പോയിട്ടൊക്കെയാണ് നമ്മുടെ ഷോർട്സ് വൈറലാവുന്നത്. അതുപോലെയല്ല നമ്മുടെ വീഡിയോസ് വൈറലാവുന്നത്. വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സെർച്ച് ഫിൽറ്ററിലേക്കൊക്കെ പോകും, സജസ്റ്റഡ് വീഡിയോസിലേക്ക് പോകും, യൂട്യൂബിൻ്റെ ഹോം പേജിലേക്ക് പോകും. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രക്രിയകളുണ്ട്. ഷോർട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഷോർട്സിലൊന്ന് അമർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളിട്ട ഷോർട്സ് നമുക്ക് തന്നെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അക്കൗണ്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഷോർട്സ് എങ്ങനെയാണ്, ചാനലിനകത്ത് നിങ്ങൾക്ക് സബ്സ്ക്രൈബറും വ്യൂസും ഒക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്സ് ആണ്. ഒരു 50 ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 1K സബ്സ്ക്രൈബറെങ്കിലും കയറാൻ ചാൻസ് ഉണ്ട്. 1Kൻ്റെ താഴേക്ക് നിങ്ങൾക്ക് കയറും. പക്ഷേ ഈ 50 ഷോർട്സും പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പൂപ്പ കണ്ടന്റുകളല്ല നിങ്ങൾ ഇടേണ്ടത്. ഈ 1K ഷോർട്സും ജനങ്ങൾക്ക് ഉപകാരമുള്ളതാവണം. കാരണം ഇത് കാണുന്ന വ്യക്തിക്ക് ലൈക്ക് അടിക്കാണ്ട് പോകാണ്ടിരിക്കാൻ തോന്നരുത്. അതാണ്, ലൈക്ക് അടിക്കാണ്ട് പോവാണ്ടിരിക്കാൻ അങ്ങനൊരു സംഭവം, അങ്ങനെ ഒരു നമ്മൾ ഓഡിയൻസിനെ അവിടെ ഇരുത്തണം. അത് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ആ ഷോർട്സ് മുഴുവനായിട്ടും അവർ കാണണം. അതിനുള്ള ട്രിക്കുകളും ടിപ്സുകളൊക്കെ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഷോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറലാവാൻ പറ്റിയൊരു കണ്ടന്റ് തന്നെയാണ് ഈ ഷോർട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ തീരെ സബ്സ്ക്രൈബറേ ഇല്ല, തീരെ റവന്യൂ ഇല്ല, മോണിറ്റൈസേഷൻ ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തി ഒരു സംഭവം എടുത്തിട്ട്, ഇപ്പോൾ ഒരു പുലി വരുന്നത് നമ്മൾ എടുത്തിട്ട് യൂട്യൂബിലിട്ടു, ഷോർട്സ് ആയിട്ട് ഇട്ടു. അപ്പോൾ അതിനൊരു 10 മില്യൺ വ്യൂസ് കിട്ടിയെന്ന് വെക്കേ, ഫ്രീ ആയിട്ട് യൂട്യൂബ് അവർക്ക് മോണിറ്റൈസേഷൻ ഓൺ ആക്കി കൊടുക്കും. അവർക്ക് 0 സബ്സ്ക്രൈബർ ഒന്നും വേണ്ട. സബ്സ്ക്രൈബർ ഇപ്പം 500 തോന്നുന്നു, നമുക്കറിയില്ല. പക്ഷേ ഈ 10 മില്യൺ ആയതിൻ്റെ എന്തെങ്കിലുമൊക്കെ യൂട്യൂബ് അവർക്ക് കൊടുക്കും. ചിലപ്പോൾ ഹാഫ് മോണിറ്റൈസേഷൻ കൊടുക്കും, ഫുൾ മോണിറ്റൈസേഷൻ കൊടുക്കും. അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വേറെ വല്ല യൂട്യൂബേഴ്സിനോട് ചോദിച്ചു നോക്ക്. ഓക്കെ, അപ്പോൾ അവർ നല്ലവണ്ണം പറഞ്ഞു തരും. അപ്പോൾ ഷോർട്സുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചാനൽ ഇത്രയെങ്കിലും ഗ്രോ ആവാൻ തുടങ്ങും. ഓക്കെ, എന്നിട്ട് അതിൻ്റെ കൂടെ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. വീഡിയോസും ഷോർട്സും കൂടി ഒരുമിച്ച് അപ്ലോഡ് ചെയ്യുക. കാരണം എല്ലാ ദിവസവും ഷോർട്സും അങ്ങനെയല്ല, എല്ലാ ദിവസവും നിങ്ങൾ വീഡിയോസും അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് ആ വീഡിയോയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഷോർട്ടും ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് രണ്ടും അപ്ലോഡ് ചെയ്യുക ഒരേ സമയത്ത്. എന്നിട്ട് ഏതിന് വ്യൂസ് കിട്ടുമെന്ന് നോക്കുക. ചിലപ്പോൾ നിങ്ങൾ ആ ഷോർട്സിന് കിട്ടുന്ന വ്യൂസ് തന്നെ നിങ്ങളുടെ ചാനലിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ആ ഒരു വീഡിയോയ്ക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഷോർട്സിന് കിട്ടുന്ന അതേ വ്യൂസ് എന്നല്ല ഞാനിവിടെ ഉദ്ദേശിച്ചത്. ഷോർട്സിന് കിട്ടുന്ന വ്യൂസിൻ്റെ ഒരു പകുതിയെങ്കിലും അല്ലെങ്കിൽ ഒരു കാൽഭാഗമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്ത ആ ഒരു വീഡിയോയ്ക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ചാനൽ വ്യൂസ് കമ്മിയായി എന്ന് പറഞ്ഞ് ഒരാളും സങ്കടപ്പെടണ്ട. കാരണം യൂട്യൂബ് അങ്ങനെയാണ്. യൂട്യൂബിൽ നമുക്ക് വ്യൂസ് കമ്മിയായിട്ടും വരും, കൂടിയെന്നും വരും. ചിലപ്പോൾ ഇട്ട ഒരൊറ്റ മിനിറ്റ് കൊണ്ട് തന്നെ 10K എത്തിയെന്നും വരും. കാരണം യൂട്യൂബിൻ്റെ അൽഗോരിതം അങ്ങനെയാണ്. ഇട്ട വഴിക്ക് നമുക്ക് അങ്ങനെ വൈറലായി എന്നും വരും. പക്ഷേ വൈറലാവുന്ന എപ്പോഴും അങ്ങ് കരുതണ്ട. കാരണം ഏതെങ്കിലും ഭാഗ്യമുള്ളൊരു കണ്ടൻറ്റേ വൈറലാവുള്ളൂ. അപ്പോൾ നമ്മൾ യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്യുന്ന കണ്ടൻറ്റ് എനിക്ക് അത്ര വ്യൂസൊന്നും ഇല്ല, ഞാൻ ചാനൽ നിർത്തുകയാണ് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് തന്നെ നേരം ഉണ്ടാവുള്ളൂ. അതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ആഗ്രഹം യൂട്യൂബർ ആവണം എന്നാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാരണം നിങ്ങളുടെ ആഗ്രഹത്തിനെതിരെ നിങ്ങൾ പ്രവർത്തിക്കുകയില്ല. കാരണം യൂട്യൂബ് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് കണ്ടന്റുകൾ ഇട്ട് നമ്മൾ ആൾക്കാരുടെ സബ്സ്ക്രൈബറിനെയും കൂട്ടി 4,000 വാച്ചവറും കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടി, പിന്നെ അതന്നെയായി അങ്ങനെയാണ് കരുതിയിരിക്കുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. യൂട്യൂബിനകത്ത് നമുക്ക് ലക്ഷങ്ങളും കോടികളൊന്നും കിട്ടില്ല. കാരണം ഇപ്പോൾ 1 ലക്ഷം സബ്സ്ക്രൈബർ ഉള്ള ഒരു യൂട്യൂബർ ആണ് വ്യക്തി.
അയാൾക്ക് മാസം കിട്ടുന്നത് ഒരു 30,000, ഒരു 20,000 അങ്ങനത്തെ റവന്യൂ ആണ്. അപ്പോൾ ഒരു 10K സബ്സ്ക്രൈബറുള്ള വ്യക്തിക്കോ മാസം 500 റുപ്യ കിട്ടിയാൽ പോയി, മാസം 150 കിട്ടിയാൽ പോയി. പക്ഷേ അവരതല്ല നോക്കുന്നത്, അവർ റവന്യൂ നോക്കത്തില്ല. റവന്യൂ എന്ന് പറഞ്ഞത് എക്സ്റ്റേണലാണ്. അത് കിട്ടിയാൽ കുഴപ്പമില്ല, നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു, കിട്ടുന്നു. അത് അല്ലാണ്ട് അവർക്ക് ആ ഒരു ഭാഗത്തേക്കുള്ള നോട്ടമില്ല. യൂട്യൂബിന് ആഡ്സ് വരുന്നു, നമ്മളത് പിന്നെ എപ്പോഴെങ്കിലും യൂട്യൂബ് ടാക്സ് ഇൻഫോ കൊടുക്കാൻ പറയുമ്പോൾ നമുക്ക് കൊടുക്കുന്നു, പിന്നെ അതിന്ന് റവന്യൂ നമുക്ക് വരുന്നു. അല്ലാണ്ട് ഇതെനിക്ക് 50,000 തന്നെ വേണം, ഞാൻ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല, എനിക്കിത് 50,000 തന്നെ ഞാൻ കഷ്ടപ്പെട്ടതിന് എനിക്ക് കിട്ടണം എന്നിട്ട് വാശി പിടിച്ചിട്ട് ഒരു കാര്യമില്ല. യൂട്യൂബ് നിങ്ങളുടെ വ്യൂസിനല്ല കാശ് തരുന്നത്. അതിൽ എത്ര ആഡ് ഓടിയെന്ന്, പരസ്യം എത്ര ഓടിയിട്ട്, ആഡ് ഓടിയെന്നല്ല ആഡ് പരസ്യം, നിങ്ങളുടെ വീഡിയോയ്ക്ക് അത് എത്ര പരസ്യം ഓടിയുണ്ട് എന്ന് അവർ നോക്കും, റൺ ചെയ്തിട്ടുണ്ട് നോക്കും. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ആഡ് കൂടുതൽ റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് നിങ്ങൾക്ക് യൂട്യൂബ് ഇത്രയെങ്കിലും പൈസ കൂട്ടി തരിക, റവന്യൂ കൂട്ടി തരിക. അല്ലാണ്ട് വ്യൂസിനും സബ്സ്ക്രൈബറിനൊന്നും, അത് നിങ്ങൾക്ക് 1000 സബ്സ്ക്രൈബർ വരെ ആ സബ്സ്ക്രൈബർമാരുടെ ആവശ്യമുള്ളൂ. പിന്നെ എത്ര സബ്സ്ക്രൈബർ കൂടിക്കഴിഞ്ഞാൽ യൂട്യൂബിന് അത് നോക്കേണ്ട കാര്യമില്ല. കാരണം ആഡ്സ് നമ്മുടെ ഇതിൽ ഓടുന്നുണ്ടോ അതിനനുസരിച്ച് അവര് റവന്യൂ തരത്തുള്ളൂ. അപ്പം നമ്മളത് നോക്കണം. ഓക്കെ എന്ന് കരുതി ഒരു വീഡിയോയ്ക്ക് തന്നെ ഒരു 10-30 ആഡ്സ് ഒന്നും ഇടാൻ പറ്റില്ല. അപ്പം എന്താവും, വ്യൂസ് കമ്മിയാവും. കാരണം ആൾക്കാർക്ക് വെറുക്കും, ഇതെന്താ ഈ എങ്ങനെ കുറേ ആഡ്സ് ആണല്ലോ ഇതില്, ഞാൻ നിർത്തിപ്പോരുകയാണ്, ഇയാളുടെ ചാനലും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട, പോയി പണി നോക്ക് പറയും ആൾക്കാർ. അപ്പോൾ ഒരു വീഡിയോയ്ക്ക് തന്നെ ഒരു 3 ആഡ്സ് ക്രിയേറ്റ് ചെയ്യുക, ഒരു 3 ആഡ്സ് അവിടെ ആയിട്ട് വെക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ചാനൽ ഡെഡായി എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വെറും തോന്നലാണ്. ചാനൽ എപ്പോൾ വേണമെങ്കിലും ഉയരാൻ ചാൻസ് ഉണ്ട്. കാരണം 30 വ്യൂസ് കിട്ടി, അത് പോയി 60 അത് വീണ്ടും 45 വന്നു, അതുകൊണ്ട് 20 വന്നു, വീണ്ടും 40 ഇങ്ങനെയാണ് യൂട്യൂബ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് യൂട്യൂബ്. കൂടി കുറഞ്ഞു എന്നൊക്കെ നിൽക്കും, നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ കൂടി കുറഞ്ഞിട്ടല്ലേ, എന്ന പോലെ തന്നെയാണിത്. അൽഗോരിതത്തിൽ ഇതാക്കുന്ന ഒരു ഗ്രാഫിൻ്റെ ഒരു സംഭവമാണ് ഈ യൂട്യൂബ് പറയുന്നത്. അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ അൽഗോരിതം പറഞ്ഞാൽ എന്താണ്? അൽഗോരിതം അപ്പോൾ കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. ആ യൂട്യൂബ് തന്നെ പറയുന്നുണ്ട്, യൂട്യൂബിൻ്റെ അൽഗോരിതം എപ്പോൾ വേണമെങ്കിലും കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. അത് ക്രിയേറ്റേഴ്സിനെ എങ്ങനെ ബാധിക്കുമെന്ന് അറിയില്ല. യൂട്യൂബിൽ ലോകം പറഞ്ഞ് നടക്കുന്ന ക്രിയേറ്റേഴ്സൊക്കെ ആത്മഹത്യ ചെയ്യാൻ വരെ അത് കാരണമാകും. പിന്നെ ചില ആൾക്കാർ വിചാരിക്കും, എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഏത് ജോലിക്കും പോകണ്ട, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും, ഞാൻ കഷ്ടപ്പെടും. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിങ്ങളുടെ പാഷൻ മാത്രമായിട്ട് എടുത്താൽ മതി യൂട്യൂബിനെ. ബാക്കി നിങ്ങളുടെ ജോലിയും കാര്യങ്ങളൊക്കെ അത് നിങ്ങൾ ചെയ്യണം. കാരണം ജോലിയെല്ലാം കളഞ്ഞ് യൂട്യൂബിനെ നമ്പിയിട്ട് ഒരുപാട് ഇരുന്ന് പണി കിട്ടിയവരുണ്ട്. കാരണം ഇതിനകത്തുനിന്ന് റവന്യൂ കിട്ടുന്നത് മാസം 30,000 40,000 അങ്ങനെ ഫിക്സ്ഡ് അല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൻ്റെ ഗ്രോത്ത് അനുസരിച്ചിട്ടാണ് ചിലപ്പോൾ യൂട്യൂബ് റവന്യൂ തരിക. വ്യൂസ് നോക്കിയിട്ടോ സബ്സ്ക്രൈബർ നോക്കിയിട്ടോ അല്ല. വ്യൂസും സബ്സ്ക്രൈബറും എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരുടെ അടുത്ത് ഇത്തിരി ഒന്ന് പറഞ്ഞ് നടക്കാനാണ്. എൻ്റെ ചാനലിൽ ഇങ്ങനെ സബ്സ്ക്രൈബർ ഉണ്ടാ, എനിക്ക് 1 ലക്ഷം ഉണ്ടാ, 2 ലക്ഷം ഉണ്ടാ, അതിനെ പറഞ്ഞ് നടക്കാനാണ്. അല്ലാണ്ട് യൂട്യൂബ് അതൊന്നും നോക്കിയില്ല. യൂട്യൂബ് ഗമിയുള്ളവർക്കും ഗമിയില്ലാത്തവർക്കും ആഡ്സ് റൺ ആയിട്ടുണ്ടോ അവൻ്റെ വീഡിയോക്കകത്ത്, എന്നാ പിടിച്ചോ റവന്യൂ. അതാണ്. പിന്നെ ചില സന്ദർഭങ്ങളിലൊക്കെ അവർ സബ്സ്ക്രൈബർ നോക്കാറുണ്ട്. അത് എന്തിനാണെന്നറിയോ? അവാർഡ് തരാനാണ്. അല്ലാണ്ട് പൈസക്കകത്തൊന്നുമില്ല. അതെ, എത്ര ആഡ്സ് ഓടിയിട്ടുണ്ടെന്ന്, അവരെത്ര യൂട്യൂബിൽ സജീവമായിട്ടുണ്ടെന്ന് നോക്കിയിട്ടാണ് അവർ പൈസ തരുള്ളൂ, അവർ റവന്യൂ തരത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അവർക്ക് വെറുതെ അങ്ങോട്ട് കൊടുത്തൂടെ, വെറുതെ 0 സബ്സ്ക്രൈബർ ആയിക്കഴിഞ്ഞാലും കൊടുത്തൂടെ? അങ്ങനെയല്ല. ആ വീഡിയോക്കകത്ത് ആഡ്സ് ഓടിയിട്ടുണ്ടോ, ആഡ്സ് റൺ ആയിട്ടുണ്ടോ, അതിൻ്റെ പൈസ അവർ തരുള്ളൂ. അല്ലാണ്ട് നമ്മൾ വിചാരിക്കും ഇങ്ങനെ മാസം 30,000 വെച്ച് എനിക്ക് ഇങ്ങനെ കിട്ടും, ഞാനതിന് വലിയ ഇതൊക്കെ എടുക്കും, വലിയ മൈക്കും സെറ്റപ്പൊക്കെ ആയിട്ട് ഞാൻ ഈ വരും. അങ്ങനെയൊന്നുമല്ല മക്കളെ, അങ്ങനെയൊന്നും അല്ല.
ഞാനിത് എനിക്ക് എൻ്റെ മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല, പക്ഷെ നമ്മൾ കേട്ട് അറിഞ്ഞിട്ടുണ്ട് ഒക്കെ. ഒരുപാട് ക്രിയേറ്റേഴ്സിൻ്റെ അടുത്ത് നമ്മളിതൊക്കെ യൂട്യൂബിലൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്, നിങ്ങൾ യൂട്യൂബിനെ നമ്പിയിട്ടിരുന്നാൽ എപ്പോൾ വേണമെങ്കിലും ഒരു പണി വരാം. അതാണ്, എപ്പോൾ വേണമെങ്കിലും ഒരു പണി വരാം. ചിലപ്പോൾ ഉള്ള ജോലിയും കൂടി റിസൈൻ ചെയ്തിട്ട് യൂട്യൂബിൽ സജീവമാവും ചില ആൾക്കാർ. അത് ഭൂലോക മണ്ടന്മാരാണ്. കാരണം ഉള്ള ജോലി റിസൈൻ ചെയ്തിട്ട് മാസം 30,000 ഒക്കെ ആയിരിക്കും അവർക്ക് അത് കിട്ടുക. അപ്പോൾ ഇതിൽ വന്നിട്ട് ജോയിൻ ചെയ്യും. യൂട്യൂബിൽ വന്നിട്ട് എന്നിട്ട് അതിൽ മാസം ഒരു 10 കിട്ടിയാൽ കിട്ടി, 10-9 കിട്ടിയാൽ കിട്ടി, പിന്നെ 8 കിട്ടിയാൽ കിട്ടി. അപ്പോൾ നമ്മൾ ഒന്ന് ആലോചിക്കണം. 30,000 മാസം കിട്ടുന്ന ജോലിയും കളഞ്ഞിട്ട് 8,000 റുപ്യ മാസം, 8,000 റുപ്യോ 1,000 റുപ്യോ കിട്ടിയ അത്ഭുതമായി, അൽഹംദുലില്ലാ. അപ്പോൾ യൂട്യൂബിൽ സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഒരു വർഷം നിങ്ങളിത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു ഉപകാരമായി. ഓക്കെ, എന്നാൽ ബൈ.